Now play very carefully. Game position ഇങ്ങനെയാണ്. You have 56 lakhs in hand. രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത്. നോക്കാം many categories for question number 2. They are ജലം പഴശ്ശിരാജ. പഴശ്ശിരാജ എടുക്കാലോ? ഉറപ്പാണ്. യെസ്. പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് chosen category. പഴശ്ശിരാജ. Answer options 150 250 200 300. ചോദ്യം എന്താ നോക്കാം. പഴശ്ശിരാജ രക്തസാക്ഷിത്വം വരിച്ചിട്ട് ഉദ്ദേശം എത്ര വർഷം കഴിഞ്ഞു? വീണ്ടും ആൻസർ ഓപ്ഷൻസ് 150 250 200 300. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറവിലും വെക്കാം, ഏറ്റവും കൂടുതലും വെക്കാം. അപ്പൊ നടുക്കുള്ള 50 seconds. 200 250 വെക്കാം. ഓക്കേ ഓക്കെ ഓക്കേ വെച്ചോ. Forty seconds. Thirty seconds. 200 വെക്കാല്ലേ? നാലെണ്ണം വെക്കാൻ പറ്റില്ല. അല്ല, Game skip നമുക്ക് ചെയ്യാം. 200 വെക്കണോ? ചേഞ്ച് ചെയ്യണോ? 20 20 seconds. seconds remaining. വെക്കണോ? വെക്കണോ? പറയൂ. എന്താ ചെയ്യേണ്ടത്? 200 വെക്കാം. 9. എന്ന ആൻസർ ഓപ്ഷനിൽ 20 ലക്ഷം രൂപയുണ്ട്. 250-ൽ 20 ലക്ഷം രൂപ. 200 എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നും ഇല്ല. 300 എന്ന ആൻസർ ഓപ്ഷനിൽ 16 ലക്ഷം രൂപ. ക്വിക്ക് ചേഞ്ച് യൂസ് ചെയ്യുന്നുണ്ടോ? യെസ്. യെസ്. ഓക്കെ, ക്വിക്ക് ചേഞ്ച് യൂസ് ചെയ്യുന്നു. എക്സ്ട്രാ 30 seconds starts now. 300 എടുത്ത് 200 ലേക്ക് വെക്കാം. നേരായിട്ടുണ്ടാവില്ലേ? 9. സമയം കഴിഞ്ഞിരിക്കുന്നു. 150 ആൻസർ ഓപ്ഷനിൽ ഇപ്പോൾ 20 ലക്ഷം രൂപ. 250-ൽ 20 ലക്ഷം രൂപ. 200-ൽ ഇപ്പോൾ 16 ലക്ഷം രൂപ. 300 ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നു. അത് നല്ലൊരു തീരുമാനം ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, 200 അങ്ങോട്ട് ഒഴിവാക്കാൻ തോന്നല്ല. എവിടെയോ കേട്ട പോലെ ഉണ്ട്. എന്ത് കേട്ട പോലെ? അങ്ങനെ ഒരു എന്തോ ഒരു തോന്നൽ. 300ഓളം വർഷം ആയിട്ടില്ല എന്നൊരു തോന്നൽ. ക്വിക്ക് ചേഞ്ച് ഉപയോഗിച്ചിരിക്കുന്നു. ടോപ്പ് ഓർ ഡ്രോപ്പ്? എന്റെ ദൈവമേ. 1805-ലാണ് രക്തസാക്ഷിത്വം വരിച്ചത്. പിന്നെ ബാക്കി മാത്തമാറ്റിക്സ് വിഷ്ണുവിന് ചെയ്യാം. ആ, കണക്കിന്റെ കാര്യത്തിൽ ഞാൻ കണക്കാണ്. 207 വർഷങ്ങളായി. ഗ്രീഷ്മ, എന്തുണ്ട് ഗ്രീഷ്മയുടെ വിശേഷം? എന്റെ വീട്ടില് നല്ല വിശേഷം. കണക്കിന്റെ കാര്യത്തില് ഗ്രീഷ്മ ഞാൻ അല്പം പുറകോട്ടാണ്. പുറകോട്ടാ അല്ലേ വിഷ്ണു? ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ പുലിയാന്ന് പറഞ്ഞിട്ടില്ല വിളിച്ചോണ്ട് വന്നത്. ആണോ? അപ്പൊ എന്ത് ധൈര്യത്തിലാ വിളിച്ചോണ്ട് കൊണ്ടത്? നല്ല ഇതാ. ഓരോ വിഷയങ്ങളിൽ ടോട്ടൽ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട്, അതിൽ നല്ല മാർക്കായിരിക്കും എപ്പോഴും. ആ ഒരു പുതിയ സബ്ജക്ട് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ അല്ലേ? ടോട്ടൽ. ഓൾ റൈറ്റ്. വിഷ്ണു ഒരുപാട് ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ ടെൻഷൻ കൂടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. എത്ര ക്യാരക്ടേഴ്സ് ചെയ്തു? 12 അല്ലേ? എത്ര ഫിലിംസ് ചെയ്ത്? 12 ഫിലിംസ് അല്ലേ? ഓക്കെ. 12 ഫിലിംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരുന്നു? അങ്ങനെയില്ല, ഓരോന്നും വ്യത്യസ്തമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞത് ഏറ്റവും ചെറിയൊരു വേഷം ചെയ്ത അതേതായിരുന്നു? അത് മായാവിയിലെ ഒരു ഡയലോഗ് പറയുന്ന ഒരു സംഭവം. എന്തായിരുന്നു ഡയലോഗ്? ഓർമ്മയുണ്ടോ? അതുണ്ട്.
ഒന്ന് പറഞ്ഞേ. സലിംകുമാർ ഒരു ഗുണ്ടയാണ്. ആ. നീ ആരുടെ എന്നോട് കളിക്കാൻ ഇറങ്ങി വാടാ തന്തൊക്കെ ഉറങ്ങുന്നവനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് മീശയൊക്കെ പിടിച്ച് കത്തിയായിട്ട് നിൽക്കാൻ നേരത്ത് ഞാൻ ഒരു കടയിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് ഒന്ന് പോവാടാമാർ വാകരി പോയി തരത്തി പോയി കളിക്കടാപ്പ എന്ന് പറഞ്ഞിട്ട് ആ ഭാഷ കൂടെ പറഞ്ഞേ. കൊച്ചി സ്ലാങ് ആണ്. ഓ കൊച്ചി സ്ലാങ് അല്ലേ? സ്വന്തം നാട്ടിലെ പോവാടാമാര വാകരി പോയി തരത്തി പോയി കളിക്കടാപ്പ. മലമാക്രി. അപ്പൊ അത് ഒരുപാട് പേര് പളങ്കിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? പളങ്കിൽ എന്ത് വേഷമായിരുന്നു ചെയ്തത്? വില്ലൻ വേഷമാണ് ചെയ്തിരിക്കുന്നത്. വില്ലൻ വേഷം. അപ്പൊ എങ്ങനെയായിരുന്നു കാണാൻ? ഇതുപോലെ മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിരുന്നോ? അല്ല, അതിന് മുടി കുറവായിരുന്നു. ഒരു വെട്ടും ഒക്കെ ഉണ്ടോ? കുത്തൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ അമൽ നീരദിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് റിയലി നൈസ്. നല്ല യൂണിറ്റ് ആയിരുന്നു. ആരൊക്കെയായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു? അതില് ഞങ്ങൾ ചെറുപ്പകാലമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാരണം വേറെ ആർട്ടിസ്റ്റുകൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആരുടെ ബാല്യം? പിള്ളേര് കലാപമണിച്ചേട്ടന്റെ. ഓക്കെ, സോ ഇനി അടുത്തത് വീണ്ടും നമ്മൾ ഇത്ര കാര്യം സംസാരിക്കുമ്പം നമ്മളെല്ലാം മറന്നു. സോ ബിഫോർ വി റിമൈൻഡ് എവരിവൺ അബൌട്ട് ദ ഗെയിം പൊസിഷൻ, പ്രേക്ഷകർക്കായി വീണ്ടും ആൻസർ ഓപ്ഷൻസ് ഇതാണ്: എ കോഴിക്കോട്, ബി കൊടുങ്ങല്ലൂർ, സി കൊച്ചി ആൻഡ് ഡി കൊല്ലം. ചോദ്യം: കേരളത്തിലെ ഏത് പട്ടണമാണ് മുസിരീസ് എന്നറിയപ്പെടുന്നത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ്: എ കോഴിക്കോട്, ബി കൊടുങ്ങല്ലൂർ, സി കൊച്ചി ആൻഡ് ഡി കൊല്ലം. SMS icon format AYR space option A or option B or option C or option D space നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS icon നമ്പർ 58585. വിന്നേഴ്സ് ആയി സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് 5000 രൂപ വിധ സമ്മാനമുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയാൻ പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് ദ നെക്സ്റ്റ് ഡേ. അഡ്രസ് ഇതാണ് www.sunnetwork.in/1crore. സിനിമാക്കാരൻ സംസാരിച്ച് ഇനി ഗെയിം പൊസിഷൻ ഓർത്തെടുക്കണ്ടേ? നോക്കാം. പൊസിഷൻ ഇതാണ്. മൂന്നാമത്തെ ചോദ്യമാണ് അടുത്തത്. Let us have the categories for question number 3. പുരസ്കാരം ഡോൾബി സ്റ്റീരിയോ. പുരസ്കാരം. ഓക്കെ, പുരസ്കാരമാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ്: പ്രേം നസീർ, മധു, തിക്കുറിശി, സത്യൻ. ചോദ്യം നോക്കാം. മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് നേടിയത് ആര്? വീണ്ടും ആൻസർ ഓപ്ഷൻസ്: പ്രേം നസീർ, മധു, തിക്കുറിശി, സത്യൻ. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. ഉറപ്പല്ലേ? എല്ലാം നമുക്ക് ആലോചിക്കാലോ. 50 seconds ഉണ്ട്. ഉറപ്പല്ലേ? സമയം ഇനിയുണ്ട്. സേവ് ചെയ്യാം. അതെ, 20 seconds ഉണ്ട്. കഴിഞ്ഞിരിക്കുന്നു. പ്രേം നസീർ എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല, മധുവിൽ ഒന്നുമില്ല, തിക്കുറിശി ഒന്നുമില്ല, സത്യൻ കയ്യിലുള്ള 16 ലക്ഷവും വെച്ചിരിക്കുന്നു. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഇല്ല. Are you sure about the answer? Yes, sure. ആദ്യം തന്നെ വെച്ചിരുന്നത് സത്യൻ എന്ന ആൻസർ ഓപ്ഷനിലാണ്. അതിലൊരു സംശയം ഒന്നും തോന്നിയില്ല? ഇല്ല, സത്യനാണ്. ഷുവറാ? യെസ്. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. പ്രേം നസീറിൽ ഒന്നുമില്ല, മധുവിൽ ഒന്നുമില്ല, തിക്കുറിശിയിൽ ഒന്നുമില്ല, സത്യൻ 16 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? വിഷ്ണുവിന്റെ ഉത്തരം സത്യൻ സത്യമാണ് എന്ന് ശരിയാണോ ഇല്ലയോ നമുക്ക് ബ്രേക്കിന് ശേഷം കാണാം. ഓൺ വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്.
ബ്രേക്കിന് മുമ്പ് വിഷ്ണു ആൻഡ് ഗ്രീഷ്മ ദേ ഗോട്ട് ദിസ് ക്വസ്റ്റ്യൻ. മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് നേടിയത് ആര് എന്ന്. ആൻസർ ഓപ്ഷൻ സത്യനിലാണ് 16 ലക്ഷം. കയ്യിലുള്ള എല്ലാ 16 ലക്ഷവും വെച്ചിട്ടുള്ളത്. ടോപ്പ് ഓർ ഡ്രോപ്പ്? ഈ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മള് സിനിമാ നടന്മാർക്ക് ഒരു കുറവാണ്. 1969 അവാർഡ് കിട്ടിയിരുന്നത് ഫോർ ദ മൂവി കടൽപ്പാലം. കടൽപ്പാലം കണ്ടിട്ടുണ്ടോ കടൽപ്പാലം? ഇല്ല. ഇല്ല അല്ലേ? ഞാനും കണ്ടിട്ടില്ല. ഐ ഹാവ് നോട്ട് വാച്ച്ഡ് ദ മൂവി. ഈ ഓൾഡ് സിനിമകൾ ക്ലാസിക്സ് ഒക്കെ കാണാൻ നല്ല രസമല്ലേ? വേറെ തന്നെ ഒരു സ്റ്റൈൽ ഓഫ് ടേക്കിംഗ്. അങ്ങനെ പണ്ടത്തെ ആക്ടേഴ്സിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് ഉണ്ടോ? KP ഉമ്മറിനെ ചെയ്യാൻ അറിയാവോ? ഒന്ന് ചെയ്യ. അതൊക്കെ വോയിസിൽ ഒരു പ്രത്യേകതയുള്ള കൂട്ടത്തില. ഒന്ന് ചെയ്തേ. ശോഭേ, ഞാനൊരു വികാര ജീവിയാണ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ചെറിയൊരു ബലാത്സംഗം. ചെറിയൊരു ബലാത്സംഗം അല്ലേ? അങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഞാൻ എവിടെയോ. അതാണ് പളുങ്ക്. പളുങ്കില് ചെയ്തിട്ടുണ്ടല്ലേ? ഗ്രീഷ്മയുടെ വിശേഷങ്ങളൊക്കെ പറയോ വീട്ടിലെ? ഗ്രീഷ്മയുടെ ഒന്നും ചോദിച്ചില്ല. ഗ്രീഷ്മ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ. ഫൈനൽ ഇയർ. വാട്ട്സ് യുവർ സബ്ജക്ട്? ബികോം. ബികോം. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടില് ഞങ്ങൾ 4 പേരാണ്. ഒരു ഗ്രാൻഡ് മേ ഉണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഗ്രാൻഡ് മേ ആണോ ബെസ്റ്റ് ഫ്രണ്ട്? അതെ, ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അമ്മേനോട്. ആദ്യം അമ്മേനോടെ പറയൂ, എന്നിട്ട് മറ്റുള്ളവരുടെ ഫ്രണ്ട്സ് ഒക്കെ സെക്കൻഡ് ആണ്. അതെങ്ങനെ നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ആയി? കാരണം നല്ല പ്രായമുണ്ടോ അതോ? 70 കഴിഞ്ഞു. ഓക്കെ ഓക്കെ. പക്ഷെ നല്ല ഹെൽത്തിലും നല്ല. ഓക്കെ, ദാറ്റ്സ് നൈസ്. പിന്നെ എനിക്കൊരു ചേട്ടൻ ഫോട്ടോഗ്രാഫർ ആണ്. പിന്നെ അച്ഛൻ ലോട്ടറി സെല്ലർ ആണ്. ഓക്കെ. പിന്നെ എനിക്ക് 2.5 വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു. പിന്നെ വളർത്തിയത് എന്റെ അച്ചാമ്മയാണ്. അതാണ് കൂടുതൽ അച്ചാമ്മയോട് അത്ര അറ്റാച്ച്മെന്റ്. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓക്കെ. സോ ഗെയിം പൊസിഷൻ നോക്കാം. അടുത്തത് 16 ലക്ഷം കയ്യിലുണ്ട്. 4ാമത്തെ ചോദ്യമാണ് അടുത്തത്. നമ്മുടെ മത്സരത്തിന്റെ പകുതി എത്താറായി. ഒരു ചേഞ്ച് ഉണ്ട്. എന്താ? ഒരു ആൻസർ ഓപ്ഷൻ കട്ട് ചെയ്യാം. യെസ്, ജസ്റ്റ് ലൈക്ക് ഗ്രീഷ്മ സെഡ്, ഒരു ആൻസർ ഓപ്ഷൻ ഞങ്ങൾ ഒഴിവാക്കാൻ പോകുന്നു. ഇപ്പോൾ ആൻസർ ഓപ്ഷൻസ് നിങ്ങൾ ചുരുങ്ങിയിരിക്കുന്നു. 16 ലക്ഷവുമായി 4ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് എന്താ നമുക്ക് നോക്കാം. പരമ്പര, മഹാഭാരതം. മഹാഭാരതം. മഹാഭാരതം എടുത്തല്ല. മഹാഭാരതം. ഓക്കെ, ചോസൻ കാറ്റഗറി മഹാഭാരതമാണ്. ആൻസർ ഓപ്ഷൻസ് ആർ അർജുനൻ, നകുലൻ, സഹദേവൻ. ചോദ്യം: ഇവരിൽ ആരാണ് കുന്തി ദേവിയുടെ ഇളയ മകൻ? വീണ്ടും ആൻസർ ഓപ്ഷൻസ്: അർജുനൻ, നകുലൻ, സഹദേവൻ. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. യെസ്. 50 seconds. 40 seconds ഉണ്ട്. ഷുവർ ആണോ? ഷുവർ ആണ്. ടൈമർ സ്റ്റോപ്പ് ചെയ്യണോ? അത്രയും കോൺഫിഡന്റാ? ഓക്കെ, സ്റ്റോപ്പ് ദ ടൈമർ പ്ലീസ്. ടൈമർ സ്റ്റോപ്പ് ചെയ്തു. അർജുനൻ എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. നകുലനിൽ ഒന്നുമില്ല. സഹദേവൻ 16 ലക്ഷം രൂപ. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഇല്ല. വളരെ ഷുവർ ആണ് വിഷ്ണു? ഒരു സംശയമില്ല. നോട്ട് ഈവൻ എ സ്ട്രീക്ക് ഓഫ് ഡൗട്ട്? ഇല്ല. 16 ലക്ഷം സഹദേവൻ എന്ന ആൻസർ ഓപ്ഷനിലുണ്ട്. ടോപ്പ് ഓർ ഡ്രോപ്പ്?
എന്താ സൂപ്പറായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അർജുനായിരിക്കും. അർജുനനാണ് ശരിയായ ഉത്തരം. 16 ലക്ഷം രൂപയും കൊണ്ട് സഹദേവൻ പോയി. കുന്തിക്ക് 4 മക്കളാണുള്ളത്. കർണൻ, യുധിഷ്ഠിരൻ, ഭീമൻ ആൻഡ് അർജുനൻ. മാദ്രിയുടെ മക്കളാണ് നകുലനും സഹദേവനും. കുന്തിയുടെ ഏറ്റവും ഇളയ മകനാണ് അർജുനൻ. പോട്ടെ, സാരില്ല, നമ്മൾ ഇത്ര കമ്പനി ആയ സ്ഥിതിക്ക് ചേച്ചി എന്തെങ്കിലും തന്നാ മതിയല്ല. ഓക്കെ, ഒന്നും കിട്ടാതെ പോകുന്നില്ല. എന്തായാലും കൈ നിറയെ സമ്മാനങ്ങളും നമ്മൾ ഗിഫ്റ്റ് വൗച്ചറൊക്കെ തരുന്നുണ്ട്. വിവലിന്റെ വക ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. വിഷ്ണു ആൻഡ് ജോസ്കോ ജുവലേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചറും ഫ്രാൻസിസ് ആലുക്കാസ് നൽകുന്ന 10,000 രൂപയുടെ ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചർ. എന്താ പോരെ? ആ തൽക്കാലം മതി. ഇവിടെ വന്നിട്ടുള്ള അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. SMS അയച്ചത് കണ്ണൻ ചേട്ടനാണ്. അപ്പൊ കണ്ണൻ ഒരു ദിവസം കാലത്ത് ഞാൻ എഴുന്നേറ്റിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. വേഗം വിളിച്ചു, നിനക്ക് ഇങ്ങനെ സൂര്യ ടിവിയിലെ പരിപാടി കാണാറുണ്ടോ, എനിക്ക് സെലക്ഷൻ കിട്ടി, പാർട്ണർ വേണം, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അപ്പോഴും GK എനിക്ക് ഒട്ടും അറിയില്ല, എങ്കിൽ കൂടി വരാം എന്ന് പറഞ്ഞ് ചെന്നതാണ്. ഓഡീഷന് സെലക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല. സെലക്ഷൻ കിട്ടി, ഇവിടം വരെ എത്തി. മമത ചേച്ചിനെ കണ്ടു, അത് തന്നെയല്ലേ. വിഷ്ണു ഭയങ്കര ഹാപ്പിയാവും. അയ്യോ, മമത ചേച്ചി രണ്ടാമതൊന്ന് ഹഗിയോന്നൊക്കെ ചോദിച്ചത്. പിന്നെ വിഷ്ണുവിന് ഇനി ചെയ്യാൻ പോകുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും നേരുന്നു. ആൻഡ് സിനിമയിൽ നല്ലൊരു ഭാവി വിഷ്ണുവിന് എന്തായാലും ഉണ്ടാവട്ടെ. ഞാൻ വിഷ്ണുവിന്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നിട്ടില്ല എന്ന് വേണ്ട, ഒരു hug and all the best. താങ്ക് യു. God bless. Grishma, താങ്ക് യു ചേച്ചി. wishing you both all the best. ഗ്രീഷ്മയുടെ ഇനി മുന്നോട്ട് പോകുന്ന പഠിത്തം, കല്യാണം എന്നൊക്കെ വേണ്ടേ അതൊക്കെ ലൈഫില് അല്ലേ? ഓക്കെ, എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നേർന്നു രണ്ടുപേർക്കും. ഫാമിലിയുടെ എല്ലായിടത്തും അന്വേഷണം പറയാം. സോ വിഷ്ണു പോലത്തെ യങ് ആൻഡ് എനിക്ക് തോന്നുന്നു അത്രയും ഫൈനാൻഷ്യലി ഒരുപാട് സപ്പോർട്ട് ഇല്ലെങ്കിലും നല്ല ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു സപ്പോർട്ട് യുവർ ഫാമിലി വെരി വെൽ ഇൻ ദ ഫ്യൂച്ചർ ത്രൂ സിനിമ. Okay, thank you very much for playing with us, Vishnu and Grishma. കഴിഞ്ഞിട്ടില്ല എന്താ ഈ സിറ്റുവേഷന് പറ്റിയ പാട്ട് ചേച്ചി ഒരെണ്ണം ബിഗ് ബിയിലെ പാട്ടില്ലേ, വിട പറയുകയാണോ, അയ്യോ അത് പാടുന്നേ ഞാൻ. വിഷ്ണു ഒന്ന് സ്ലോ മോഷനിൽ ഓടിയാൽ ഞാൻ തുടങ്ങാം പാട്ട്. ഓടട്ടെ? അവിടുന്ന് ഗ്രീഷ്മ ഉണ്ട്, അവിടെ തന്നെ നിന്നോ? എവിടെ ഓടിയിട്ട് തിരിച്ചു വന്നോ? തിരിച്ചു വന്നോ സ്ലോ മോഷനിൽ? അത് എഡിറ്റിംഗിൽ ചെയ്യണോ അതോ ഞാൻ തന്നെ